തമിഴക വെற்றிക്കഴകം എന്ന ടി.വി.കെ തമിഴക രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുകയാണ്. DMK ഭരണ തുടർച്ചയിലേക്ക് നീങ്ങുമ്പോഴും AIADMKയെ പിന്തള്ളി സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ കക്ഷിയോ നിർണായക ശക്തിയോ ആയി വിജയ് മാറുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ചാണക്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. MGRും ജയലളിതയും ഇരുന്ന കസേരയിൽ അടുത്തത് ദളപതി വിജയ് ഇരിക്കും എന്ന പ്രവചനം കൂടി നടത്തുകയാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. ഇതോടെ നൂറ്റാണ്ടിലേറെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിൽ DMK AIADMK ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യമാകുമോ എന്ന ആകാംക്ഷയിലാണ് തമിഴക മണ്ണ്. എക്സിറ്റ് പോളുകൾ പലപ്പോഴും സത്യമാകാറില്ലെങ്കിലും പ്രവചനങ്ങളിൽ വിശ്വാസ്യത കൽപ്പിക്കുന്ന ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യ മറ്റാരും കണക്ക് കൂട്ടാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഫലപ്രവചനത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് തലപുകഞ്ഞ് ചിന്തിക്കുകയാണ് രാഷ്ട്രീയ ലോകം. ഈ വിഷയമാണ് ഇന്ന് നമ്മുടെ സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. വിജയ് ഭരിക്കുമോ പൊൻതമിഴകം? എക്കാലത്തും സിനിമയുടെ ആഴങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചാണ് തമിഴ് രാഷ്ട്രീയത്തിന്റെ വേരുകൾ വെള്ളവും വെളിച്ചവും സ്വീകരിച്ചിട്ടുള്ളത്. സിനിമയിൽ നിന്ന് ലഭിച്ച ജനസമ്മതി അധികാര രാഷ്ട്രീയത്തിന്റെ മൂലധനമാക്കി മാറ്റുകയായിരുന്നു തമിഴിലെ നേതാക്കളായി വളർന്നവർ. എല്ലാ ജാതി വിഭാഗങ്ങളുടെയും സമ്മതിയുള്ള പൊതു സ്വീകാര്യതയുള്ള വ്യക്തികൾ സിനിമാക്കാര് ആണ് എന്നുള്ളതാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത. ഭക്തവത്സലത്തിന്റെ കാലത്തോടെ കോൺഗ്രസ് അപ്രസക്തമായതിനു ശേഷം ദ്രാവിഡ സ്വത്വവാദത്തിലൂന്നിയുള്ള രാഷ്ട്രീയത്തിലാണ് തമിഴ്നാട്ടിൽ വേരോട്ടം. അണ്ണാദുരൈ മുതൽ സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഏറെക്കുറെ എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. ഇപ്പോൾ കരുണാനിധിയും MGRും ജയലളിതയും ഒക്കെ തമിഴ് സിനിമയെ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അതേ ഗൗരവത്തോടെ സിനിമയിലും ഇടപെട്ടു. 50 വർഷത്തിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായിരുന്ന തമിഴ്നാട് DMKയും AIADMKയും തമ്മിലുള്ള ദ്വന്ദ്വ രാഷ്ട്രീയ പോരിനായിരുന്നു സാക്ഷ്യം വഹിച്ചത്. പക്ഷേ കരുണാനിധിയുടെയും ജയലളിതയുടെയും വിയോഗത്തിനു ശേഷം ദേശീയ പാർട്ടിയായ BJP സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും നടൻ വിജയെ പോലുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശനവും പുതിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DMK സഖ്യം 159 സീറ്റുകൾ നേടി അധികാരത്തിൽ വരികയും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. AIADMK സഖ്യം 75 സീറ്റുകളിലേക്കാണ് ഒതുങ്ങിയത്. കോൺഗ്രസ്, DMK, VCK എന്നിവരടങ്ങുന്ന DMK നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസും BJPയും PMKയും സഖ്യകക്ഷികളായ AIADMK നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും തമ്മിലായിരുന്നു ഇത്തവണത്തെ പ്രധാന മത്സരം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അപ്രതീക്ഷിതമായിരുന്നില്ല. വളരെ നാളായി ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെയും ഒടുവിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം. TVK പാർട്ടി അധ്യക്ഷനായ വിജയ് 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തന്നെയാണ് മത്സരത്തിനിറങ്ങിയത്. ഈ തിരഞ്ഞെടുപ്പിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി സഖ്യത്തിനില്ലെന്നും ഭരണകക്ഷിയായ DMKയുമായി നേരിട്ടുള്ള പോരാട്ടത്തിനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കിയത് സഖ്യം കാത്തിരുന്ന BJP AIADMK കൂട്ടുകെട്ടിന് നിരാശയാണ് സമ്മാനിച്ചത്. 53 വർഷങ്ങൾക്കിപ്പുറം ആരാധകരുടെ ഇളയ ദളപതി വിജയിലൂടെ സിനിമാ രാഷ്ട്രീയ ബന്ധത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്നൊരാശങ്ക വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശനം തൊട്ടേ DMKക്കുണ്ട്. തമിഴ്നാട്ടിൽ കന്നി അംഗത്തിനിറങ്ങിയ വിജയുടെ TVKയെ പോലും അമ്പരപ്പിക്കുന്ന പ്രവചനവുമായി ആദ്യം എത്തിയത് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശൈശവ ദിശയിലുള്ള TVK ആദ്യ പോരാട്ടത്തിൽ തന്നെ സംസ്ഥാനത്ത് അധികാരം പിടിക്കുമെന്നായിരുന്നു സർവേ പ്രവചനം. 117 സീറ്റാണ് തമിഴ്നാട് നിയമസഭയിലേക്ക് വേണ്ട കേവല ഭൂരിപക്ഷം എന്നിരിക്കെ വിജയുടെ പാർട്ടി 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി സർക്കാർ ഉണ്ടാക്കാനാണ് സാധ്യത. ഭരണകക്ഷിയായ DMKക്ക് 92 മുതൽ 110 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. പ്രതിപക്ഷത്തിരിക്കുന്ന AIADMK സഖ്യത്തിന് വൻ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സർവേ പ്രവചിക്കുന്നു. വിജയുടെ പാർട്ടി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതോടെ NDA സഖ്യം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കാം. 22 മുതൽ 32 സീറ്റുകൾ വരെ മാത്രമേ NDAക്ക് ലഭിക്കുകയുള്ളൂ എന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിച്ചിട്ടുണ്ട്. 234 അംഗ നിയമസഭയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന DMK സഖ്യം 125 സീറ്റുകൾ നേടുമെന്നാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. BJPയുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയ AIADMKക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുന്ന TVKയേക്കാൾ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. AIADMK സഖ്യം 45 സീറ്റുകളിൽ വിജയിക്കുമെന്നും വിജയ് നയിക്കുന്ന TVK 63 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും ചാണക്യ പറയുന്നു.
വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ AIADMK സഖ്യത്തിന് 27%, DMK സഖ്യത്തിന് 39%, TVKക്ക് 30% ലഭിക്കുമെന്നാണ് കണക്കുകൾ. അപ്പോ ഈ കണക്കുകളെല്ലാം 3% മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും DMK സർക്കാർ അധികാരത്തിൽ തുടരാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. പീപ്പിൾസ് പൾസ് സർവേ പ്രവചിക്കുന്നത് 125 മുതൽ 145 വരെ സീറ്റുകൾ DMK നേടുമെന്നാണ്. NDAക്ക് 65 മുതൽ 80 സീറ്റുകളും TVKക്ക് 18, 24 സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു. അതേപോലെ മാട്രിക്സ് പോൾ പ്രവചിക്കുന്നത് 122 to 132 സീറ്റുകൾ DMK നേടി ഭരണ തുടർച്ച സ്വന്തമാക്കുമെന്ന. അതേസമയം AIADMK സഖ്യം അധികാരം പിടിക്കുമെന്നാണ് ടൈംസ് നൗ, CNN സർവേകളുടെ പ്രവചനം. വിജയിയെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണക്കുന്നത് എന്ന് ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നുണ്ട്. 37% ആ പിന്തുണ. നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ 35% പേർ പിന്തുണയ്ക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായ E. പളനിസ്വാമിയെ 22% പേർ പിന്തുണയ്ക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ വൻതോതിൽ TVKയിലേക്ക് മറിഞ്ഞു എന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിലയിരുത്തൽ. സർവേ പ്രകാരം ആദ്യമായി വോട്ട് ചെയ്യുന്നവരിൽ 68% പേരും വിജയിയെ പിന്തുണച്ചിട്ടുണ്ട്. 20 മുതൽ 29 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവരിൽ 59% പേരും, അതേപോലെ 30-39 പ്രായപരിധിയിലുള്ളവരിൽ 45% പേരും TVKയ്ക്ക് വോട്ട് ചെയ്തു എന്ന കണക്കുകൾ. നഗരപ്രദേശങ്ങളിലാണ് TVKയുടെ ശക്തി ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത്. അവിടെ പോളിംഗ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ കൃത്യത അവകാശപ്പെടുന്ന ഏജൻസികളിൽ ഒന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം. ആ ഫലം അതിശയിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സർവേ ഫലം തെറ്റായാലും ശരിയായാലും തമിഴക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി വിജയ് മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിജയുടെ ജനപ്രിയത വോട്ടായി മാറുകയും ചെയ്യും. അത് ഭരണം പിടിക്കാൻ മാത്രം ശക്തമാണോ എന്നത് മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.